एनडे सौरगढ़े पालक्कड़ में यहां 22 साल तक लेप के एमएलए रहे। करीब 5 दशक कांग्रेस समर्थक एमएलए रहे। लेकिन इतने वर्षों में इस क्षेत्र का विकास नहीं हुआ। जैसे ही केंद्र में बीजेपी की सरकार आई, पालक्काड़ में, केरलम में को पहला आईआईटी मिला। हम यहां रेलवे स्टेशन अपग्रेड करा रहे हैं, नेशनल हाईवे को आधुनिक बना रहे हैं। हम पालक्काड़ में स्मार्ट इंडस्ट्रियल सिटी भी बनवा रहे हैं। इससे पालक्काड़ के स्थानीय युवाओं के लिए रोजगार के नए अवसर बनेंगे। സുഹൃത്തുക്കളെ, പാലക്കാട് 22 വർഷം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് ഇടത് എംഎൽഎമാരായിരുന്നു. ഏതാണ്ട് 5 പതിറ്റാണ്ട് കോൺഗ്രസ് എംഎൽഎമാരായിരുന്നു ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. എന്നിട്ടും ഈ മണ്ഡലത്തിന് വികസനമുണ്ടായില്ല. എന്നാൽ കേന്ദ്രത്തിൽ ബിജെപി സർക്കാർ വന്നതോടുകൂടി പാലക്കാട്ട് കേരളത്തിലെ ആദ്യത്തെ ഐഐടി വന്നു. ഇവിടത്തെ റെയിൽവേ സ്റ്റേഷൻ നാം പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ദേശീയ ഹൈവേ ആധുനികവൽക്കരിക്കുന്നു. ഈ പാലക്കാടിന് സ്മാർട്ട് ഇൻഡസ്ട്രിയൽ സിറ്റിയും ഇതാ നിർമ്മിക്കാൻ പോവുകയാണ്. ഇതിലൂടെ പാലക്കാട്ടെ തദ്ദേശവാസികളായ യുവാക്കൾക്ക് ജോലിക്കുള്ള പുതിയ അവസരങ്ങൾ തുറക്കുകയാണ്. एनडे सौरगढ़े बीजेपी ने हमेशा विमेन लेड डेवलपमेंट की अप्रोच को बढ़ावा दिया है। चाहे फाइनेंशियल इंक्लूजन हो, हेल्थ केयर हो या हाउसिंग। आज केंद्र सरकार की योजनाओं में सबसे ज्यादा प्राथमिकता महिलाओं को मिलती है। महिलाओं को विधानसभा और संसद में भागीदारी मिले, इसके लिए हमने नारी शक्ति वंदन अधिनियम पास भी किया है। സുഹൃത്തുക്കളെ, ബിജെപി എപ്പോഴും മഹിളകളാൽ നയിക്കപ്പെടുന്ന വികസനം എന്ന സങ്കല്പത്തിന് മുൻതൂക്കം കൊടുക്കുന്നു. അത് സാമ്പത്തിക സമത്വത്തിന്റെ കാര്യത്തിലായാലും, ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിലായാലും, ഗൃഹനിർമ്മാണത്തിന്റെ കാര്യത്തിലായാലും ശരി. ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം മഹിളകൾക്കാണ് കിട്ടുന്നത്. മഹിളകൾക്ക് നിയമസഭകളിലും പാർലമെന്റിലും അധിക പ്രാതിനിധ്യം കിട്ടാൻ വേണ്ടി, അത് ഉറപ്പുവരുത്താൻ വേണ്ടി മഹിളകൾക്ക് നിയമസഭയിലും പാർലമെന്റിലും നാം കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ നാരി ശക്തി അധിനിയമം പാസാക്കിയിരിക്കുകയാണ്. एनडे सौरगढ़े एनडीए ने अपने संकल्प की वजह से एक साधारण परिवार की बेटी को देश के सर्वोच्च पद तक पहुंचाया है। दूसरी ओर कांग्रेस पालक्काड़ में ही आपने देखा है, इनके नेता ही महिलाओं की सुरक्षा के लिए खतरा बन गए हैं। कल ही कांग्रेस को अपने एक और नेता को महिला शोषण के गंभीर आरोप के बाद मजबूरी में पार्टी से निकालना पड़ा है। यही इन पार्टियों की सच्चाई है, जिससे केरलम की महिलाओं को सावधान रहना है। എൻഡിഎയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായി നാം ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയെ രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവിയിലെത്തിച്ചു. അപ്പുറത്ത് കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കൂ. പാലക്കാട്ടുകാർക്കറിയാം, ഇവിടെ തന്നെ നോക്കിയാൽ മതി. ഇവരുടെ നേതാവ്
മഹിളാ സുരക്ഷയ്ക്ക് ഭീഷണിയായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൂടാതെ ഇന്നലെ മറ്റൊരു കോൺഗ്രസ് നേതാവ് മഹിളകളെ ഉപദ്രവിച്ചതിന്റെ പേരിൽ അവരുടെ പാർട്ടിക്ക് ഗതികേട് കൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഈ പാർട്ടികളുടെ യഥാർത്ഥ അവസ്ഥയാണ്. എനിക്ക് കേരളത്തിലെ സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾ ഇവരെ സൂക്ഷിക്കണമെന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.